ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമുക്ക് ഏവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ശിവരാത്രി വ്രതം നോൽക്കുവാനായി നാം ഓരോരുത്തരും കാത്തിരിക്കുന്ന പുണ്യ ദിവസം അങ്ങ് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മാർച്ച് 8-ാം തീയതിയാണ് ഈ വർഷത്തെ ശിവരാത്രി വ്രതം വരുന്നത്. അപ്പോൾ എന്താണ് ശിവരാത്രി എന്നും എന്താണ് അതിൻ്റെ പ്രത്യേകത, മറ്റുള്ള വ്രതങ്ങളിൽ നിന്നൊക്കെ എന്തൊരു വ്യത്യസ്തതയാണ് ഈ ഒരു ശിവരാത്രി വ്രതത്തിനുള്ളത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള വ്രതങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തത പുലർത്തുന്ന ശിവരാത്രി വ്രതം, അതുകൊണ്ട് തന്നെ ശിവപുരാണത്തിലൊക്കെ ശിവരാത്രിയെ കുറിച്ചിട്ട് അത്രത്തോളം മഹത്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്രതം അത്രത്തോളം ശ്രേഷ്ഠകരമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നത്. അന്ധകാരത്തിൻ്റെയും അജ്ഞതയും ഒക്കെ മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ ആ മറികടക്കുന്നതിൻ്റെ സ്മരണ അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉത്സവമാണത്രേ മഹാശിവരാത്രി എന്ന് പറയുന്നത്. പകൽ സമയത്ത് ആഘോഷിക്കുന്ന മിക്ക ഹൈന്ദവ ആഘോഷങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഇത് രാത്രിയിലാണ് നാം ആഘോഷിക്കാറുള്ളത്. ശിവഭഗവാന്റെ മഹത്തായ രാത്രിയാണ് പിന്നീട് ശിവരാത്രിയായി മാറിയതെന്നും പറയപ്പെടുന്നുണ്ട്. ശിവരാത്രിയെ മംഗളമായ രാത്രി എന്നും മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ശിവരാത്രി വ്രതമെടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവുമാണ് എന്നാണ് വിശ്വാസം. ഈ ഒരു ദിവസം പിതൃബലി അർപ്പിക്കുന്നത് വളരെ പുണ്യകരമായി കരുതപ്പെടുന്നു. ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പുരാണ കഥകൾ അനേകം നിലനിൽക്കുന്നുണ്ട്. ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും ബന്ധപ്പെടുത്തിയ ഒരു കഥയാണ് ഇന്നാദ്യം നാം പറയാൻ തുടങ്ങുന്നത്. ഈ ജഗത്തിൻ്റെ എല്ലാ നാഥനായിട്ടുള്ള ഭഗവാനാണ് ശ്രീ മഹാവിഷ്ണു. അങ്ങനെ മഹാവിഷ്ണുവിനെ നാഭിയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള താമരയിലാണ് ഇത്രയും ബ്രഹ്മാവ് ജന്മമെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രഹ്മാവിനെ ജന്മമെടുത്ത് പുറത്തു വന്ന് നോക്കിയപ്പോൾ ബ്രഹ്മാവ് കാണുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ബ്രഹ്മാവ് നാരായണനോട്, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിനോട് ചോദിക്കുകയാണ്, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറയാണ്, ഞാൻ നിൻ്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായിട്ടുള്ള നാരായണനാണ് എന്ന് ഭഗവാൻ തിരിച്ചു മറുപടി കൊടുത്തു. പക്ഷേ ഈ ഒരു മറുപടി നമ്മുടെ ബ്രഹ്മാവിന് അത്ര തന്നെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് വലിയ തൃപ്തി ആ ഒരു മറുപടിയിൽ തോന്നിയില്ല. അങ്ങനെ അവർ തമ്മിൽ ഗംഭീര യുദ്ധമൊക്കെ അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ യുദ്ധം മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവർ രണ്ടുപേർക്കും ഇടയിലായിട്ട് ഒരു ശിവലിംഗം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗവും മേലാഗ്രഹവും അതുപോലെ തന്നെ കീഴാഗ്രഹവും അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് ഒരു അശരീരി മുഴങ്ങാണ്. യുദ്ധം അവസാനിപ്പിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഈ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഈ ഒരു ജ്യോതിലിംഗത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ, അല്ലെങ്കിൽ ജ്യോതിലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളായിരിക്കുമെന്ന് ഒരു അരുൾപ്പാട് ആ സമയത്ത് ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു അശരീരി കേട്ടപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അഗ്രങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള തന്ത്രപ്പാട് തുടങ്ങി. ബ്രഹ്മാവാണെങ്കിൽ മുകളിലേക്കും മഹാവിഷ്ണു താഴേക്കും സഞ്ചരിച്ചു. അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് പരിശ്രമിച്ചു. എന്നിട്ടും അവർക്ക് എന്തിനു സാധിച്ചില്ല? അവർക്ക് ആ ഒരു ജ്യോതിലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അവർ പരാജയപ്പെട്ട് രണ്ടുപേരും തങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേരാണ്, അവരുടെ പൂർവ്വസ്ഥാനത്ത് തന്നെ എത്തിച്ചേർന്നു. ആ സമയത്ത് ഭഗവാൻ പരമേശ്വരൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജ്യോതിലിംഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശിവഭഗവാന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്തു? നമ്മുടെ ബ്രഹ്മാവിനും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. പിന്നീട് അദ്ദേഹം പറയാണ്, ശ്രീ പരമേശ്വരൻ അവർക്ക് മുന്നിൽ എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ട ആ ഒരു ദിവസമാണത്രേ കുംഭമാസത്തിലെ കറുത്തപക്ഷ ചതുർദശി നാളിലായിരുന്നത്രേ അവർക്ക് മുന്നിൽ ഇങ്ങനൊരു യുദ്ധമുണ്ടാവുകയും അവർക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തത് ഈ ഒരു ദിവസം കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിലെ ചതുർദശി രാത്രിയിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയാണ്, ഈ ഒരു ദിവസം എല്ലാ വർഷവും ഈ ഒരു ദിവസം പുണ്യരാത്രിയായിട്ട് അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ അത് ശിവരാത്രി എന്ന പേരിൽ അറിയപ്പെടുമെന്നൊക്കെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇവർക്ക് അങ്ങനെ ഭഗവാൻ അരുൾ ചെയ്തു. ഇതാണ് ഒരു പുരാണ കഥ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു പുരാണ കഥയും നിലനിൽക്കുന്നുണ്ട്. ദേവന്മാരും അസുരന്മാരും പാലാഴി മദന സമയത്ത്, പാലാഴി കടഞ്ഞെടുക്കുന്ന ആ ഒരു സമയത്ത് രൂപം കൊണ്ട കാളകൂട വിഷം
ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു എന്നാണ് പറയുന്നത്. അത് അത്രത്തോളം കഠിനമായിട്ടുള്ള ഘോരമായിട്ടുള്ള ഒരു വിഷം ആണത്ര ഈ ഒരു കാളകൂട വിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാനും ഹനിക്കുവാനും പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അത്രത്തോളം ശക്തിയുള്ളൊരു വിഷമായത് കൊണ്ട് തന്നെ ഈ ലോകത്തെ രക്ഷിക്കുന്നതിനായി ലോകരക്ഷകനായ ശ്രീ പരമേശ്വരൻ എന്ത് ചെയ്തു? അദ്ദേഹം ആ വിഷം അങ്ങോട്ട് പാനം ചെയ്തു. ആ സമയത്ത് പാർവതീദേവി, അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള പാർവതീദേവി ഭഗവാൻ ഈ വിഷം പാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവനെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവനെ വിഷമുള്ളിൽ ചെന്ന് ഭഗവാനെ ഹാനികരമായി തീരാതിരിക്കാൻ വേണ്ടി ശ്രീ പാർവതീദേവി അദ്ദേഹത്തിനെ കണ്ടം അങ്ങോട്ട് പിടിച്ചു എന്നാണ് പറയുന്നത്. വിഷം ഉള്ളിൽ പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ അങ്ങോട്ട് മുറുകെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം ഖണ്ഡത്തിൽ മുറുകെ പിടിക്കുമ്പോൾ സ്വാഭാവികമായും വിഷം പുറത്തേക്ക് വരും, വായിലൂടെ പുറത്തേക്ക് വരും. അപ്പോഴും അത് ആ ഒരു കടലിൽ അത് ലയിച്ചു ചേരാനും അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആ ഒരു വിഷം കൊണ്ട് ഈ ലോകം മുഴുവൻ നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ ഭൂലോക വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ വായ അങ്ങോട്ട് പൊത്തിപ്പിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷം നമ്മുടെ ശ്രീ പരമേശ്വര സ്വാമിയുടെ ഖണ്ഡത്തിൽ നിന്ന് ഉറച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഭഗവാനെ വേറെ ആപത്തൊന്നും വരാതിരിക്കാനായിട്ട് ശ്രീ പാർവതീദേവിയും അതുപോലെ തന്നെ മറ്റു ദേവീദേവന്മാരൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഉറക്കമൊഴിച്ചിരുന്ന് പ്രാർത്ഥിച്ച ആ രാത്രിയാണത്തെ ശിവരാത്രിയായി ആചരിക്കുന്നത് എന്നും മറ്റൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ ശിവരാത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സർവ്വപാപത്തിൻ്റെയും പരിഹാര കർമ്മമാണ് ശിവരാത്രി വ്രതം എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ശിവഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പുണ്യദിനം ശിവപ്രീതിക്കും അതുപോലെ തന്നെ പാപ പരിഹാര മാർഗത്തിനും വേണ്ടി ഭക്തജനങ്ങൾ ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിക്കുകയാണ് ചെയ്യാറുള്ളത്. ഗുരുശാപം, സ്ത്രീശാപം തുടങ്ങിയ എല്ലാ മഹാശാപങ്ങൾ പോലും ഈ ഒരു ശിവരാത്രി വ്രതം നോൽക്കുന്നത് മൂലം ഇല്ലാതാവുന്നു എന്നതാണ് വിശ്വാസം. ഇതുകൂടാതെ തന്നെ പിതൃപൂജ അന്നേ ദിവസം ശിവരാത്രി ദിവസം ആലുവ, മണപ്പുറത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിതൃതർപ്പണ ചടങ്ങുകളൊക്കെ അതിവിപുലമായിട്ട് തന്നെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ പൂർവികരുടെ ബലിപൂജയൊക്കെ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിതൃപൂജയോടുകൂടി ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തണമെന്നാണ് പറയപ്പെടാറുള്ളത്. എന്തുകൊണ്ട് നോക്കിയാലും ശിവരാത്രി വ്രതം അത്രത്തോളം പരമപുണ്യമായിട്ടുള്ള ഒരു വ്രതം കൂടി തന്നെയാണ്. ശിവരാത്രി ദിവസം ഭക്ഷണവും രാത്രിയിലെ ഉറക്കവും ഒഴിവാക്കി ശിവഭജനം ചെയ്യുക എന്നത് ഏറെ പുണ്യദായകമായിട്ടുള്ള ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. പ്രപഞ്ചനാഥനായിട്ടുള്ള ശിവഭഗവാൻ തൻ്റെ ഭക്തജനങ്ങളെ ഈ ശിവരാത്രി വ്രതം എടുക്കുന്നതിലൂടെ തൻ്റെ ഭക്തജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സർവാഭിഷ്ട സിദ്ധികളും ഒക്കെ പ്രദാനം ചെയ്യുന്നു എന്നും കൂടി ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിലനിൽക്കുന്നുണ്ട്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.